ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. കട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 19 വീക്സ് ആവാറായി. അപ്പം ഞാൻ ഈ ആഴ്ചയും കൂടെ കട്ടിങ് എന്തായാലും ഇതാക്കുള്ളൂ. അത് ഞാനൊന്ന് ഏകദേശം 1 ഇയറിന് ഓഫ് സീസൺ പ്ലാൻ ചെയ്യാം. പ്രോപ്പറായിട്ട് അത്യാവശ്യം ലീനായിട്ട് തന്നെ ബൾക്ക് ചെയ്യാനാണ് പ്ലാൻ ആസ് ഓഫ് നൗ. ഇന്ന് രാവിലെ മോർണിംഗ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 58.90 kg ആയിരുന്നു. സോ അത്യാവശ്യം ലീനായിട്ട് ഞാൻ ഇന്നെന്തായാലും വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് എത്ര എത്ര അത്യാവശ്യം ലീനായിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഭയങ്കര ലീനായിട്ടുണ്ട് പ്രീവിയസ് കട്ടിനേക്കാം. സോ എനിക്ക് ഒന്നും കൂടി ഇനി വർക്ക് ചെയ്യാണ്ട്. കാരണം ലെഗാണ് എനിക്ക് എൻ്റെ ഒരു ഇമാജിനേഷനിലേക്ക് വരാത്ത ഒരു മസിൽ ഗ്രൂപ്പ്. അപ്പോൾ ഇന്ന് ബാക്ക് ഡേ ആണ്. ഇതിപ്പോൾ നോർമൽ മീൽ 2 ഹോൾ എഗ്സ് ഉണ്ട്. കാരണം ഇന്ന് കുറച്ച് ഒരു മീൽ കഴിക്കാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ റൈസ്, ചിക്കൻ, ക്യാരറ്റ്. അപ്പോൾ ബാക്ക് ഡേ ആണ്. ഞാൻ എൻ്റെ ഇനി നെക്സ്റ്റ് എന്താണ് എൻ്റെ പ്രോസസ്സ് ഞാൻ ജിമ്മിൽ ഓരോ സെഷനിലായിട്ട് പറയാം. അപ്പോൾ ജിമ്മിലെത്തി, ബാക്ക് ഡേ അത് / ഫുൾ ഡേ. ഞാനിപ്പോൾ ഡെഫിസിറ്റിൽ ഇപ്പോൾ അത്യാവശ്യം ലീനായി, ഞാൻ പറഞ്ഞ പോലെ ലീനായി. 18 വീക്സ് ആയി. ഇനി ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചോയ്സ് ഉണ്ട് ഇവിടുന്ന്. നമുക്കൊന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മെയിൻ്റനൻസ് കാലറീസ് ആകാം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് കാലറീസിലേക്ക് മെല്ലെ പോവാം. പക്ഷെ എൻ്റെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാലറീസ് കൊടുത്താൽ എൻ്റെ ബോഡി പെട്ടെന്ന് തടിക്കണതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റിവേഴ്സ് ഡയറ്റിംഗ് ആണ് ചെയ്യണം. റിവേഴ്സ് ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം കട്ട് കഴിഞ്ഞാൽ ബോഡി ബിൽഡേഴ്സൊക്കെ ചെയ്യുന്നത് മെല്ലെ മെല്ലെ കാലറീസ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക, ഒരു 100 വീക്കിലി, എന്നിട്ട് മെയിൻ്റനൻസിലേക്ക് എത്താം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലവരൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് കാലറീസ് ഇങ്ങനെ ഇൻക്രീസ് ആക്കും തോറും അവർ ആ ബോഡി ഫാറ്റ് വീണ്ടും ഗെയിൻ ആവും. നമ്മളത് മിനിമൈസ് ചെയ്തിട്ട് മെല്ലെ എൻ്റെ മെയിൻ്റനൻസ് കാലറീസ്ക്ക് എത്താനാണ്. കാരണം കുറേ ആഴ്ച കഴിഞ്ഞാൽ ഇവിടെ ഡയറ്റ് ചെയ്യണം. അപ്പോൾ ബോഡിക്ക് നല്ലതല്ലല്ലോ കുറേ പ്രൊലോങ് പീരീഡ് ഇപ്പോൾ കാലറി ഡെഫിസിറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി എനിക്കൊരു പ്രോപ്പർ ഓഫ് സീസൺ ആണ് എൻ്റെ ഗോൾ. അപ്പോൾ ഇന്നെന്തായാലും ഫുൾ ഡേ ആണ്. സ്റ്റാർട്ടിങ് എന്തായാലും 2 sets പുൾ ഡൗൺ. എല്ലാം ഒരുമിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ, കാരണം ലെഗാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി വീക്കർ ഗ്രൂപ്പ് ഓഫ് മസിൽ. വിത്തോട്ടം ഞാൻ ഇത്ര ലോങ് ഡയറ്റ് ചെയ്തിട്ട് എനിക്ക് ലെഗിലാണ് നല്ല രീതിയിൽ ഫാറ്റ്, മീൻസ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്താത്തത് ലെഗിലാണ്. അപ്പം അത്യാവശ്യം ഞാനിനി ഓഫ് സീസണിൽ നല്ല പോലെ തന്നെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലെഗിന്. ഞാൻ ഇതുവരെ ഒരു ലെഗ് സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇത് ഏറ്റവും ഇൻറ്റൻസ് ആയിട്ട് എന്നും ട്രെയിൻ ചെയ്ത ലെഗാണ്. പക്ഷെ നമുക്കതാണ് വീക്കറായിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി നല്ല ഓഫ് സീസണിൽ നന്നായിട്ട് അതിനെ ട്രെയിൻ ചെയ്യണം. എല്ലാം ഒരുമിച്ച് കിട്ടില്ല എന്ന് പറയുന്നത് ഇതിന്. അപ്പർ ബോഡി അത്യാവശ്യം നല്ല രീതിക്കായി, പക്ഷെ ലോവർ ബോഡിയും അതിനുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വിൽ ട്രൈ ടു ബ്രിങ് ഇറ്റ് അപ്പ്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ഡെഫിസിറ്റ് കഴിഞ്ഞാൽ, നിങ്ങൾ ഫാറ്റ് ലോസ് ഫേസ് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ മെയിൻ്റനൻസ് ആവില്ല ചിലപ്പോൾ. നിങ്ങളുടെ ആ ടൈമിൽ മെയിൻ്റനൻസ് കാലറീസ് എന്ന് പറയുന്നത്, ഞാൻ 67-ന് 60-ലേക്ക് ഒരു 59-ലേക്ക് എത്തി. അപ്പോൾ എൻ്റെ ആ ടൈമിലെ മെയിൻ്റനൻസ് കാലറീസ് ആവില്ല എനിക്കിപ്പോൾ മെയിൻ്റനൻസ്. കാരണം ഞാൻ കമ്പാരിറ്റീവ്ലി ചെറുതായി, വെയിറ്റും കുറഞ്ഞുള്ളൂ. അപ്പോൾ ചില സമയത്ത് ചിലവർക്ക് ചിലപ്പോൾ മെയിൻ്റനൻസ് കാലറീസ് ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ആ ഒരു ന്യൂ മെയിൻ്റനൻസ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യേണ്ടി വരും. കാരണം ചിലപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റും കുറഞ്ഞു, നിങ്ങൾക്ക് കാലറി ഡേ ടു ഡേ നീഡ്സിന് മീറ്റ് ചെയ്യാൻ വളരെ കുറവ് വേണ്ടി വരുള്ളൂ. കാരണം അൾട്ടിമേറ്റ്ലി ഡെഫിസിറ്റിലാവുമ്പോൾ. അപ്പോൾ ന്യൂ മെയിൻ്റനൻസ് ആവും ചിലപ്പോൾ ഡെഫിസിറ്റ് കഴിഞ്ഞാൽ. ആ സെറ്റ് ഫെയിലായി. ടോപ്പ് സെറ്റായിരുന്നു. രണ്ടാം സെറ്റിൽ ഒരു ഡ്രോപ്പ് സെറ്റ് കൂടി അടിക്കുന്നുണ്ട്. ലൈക്ക് ഒരു 4 to 5 reps വെറുതെ റെപ്പോർട്ട് ചെയ്യണ പോലെ. പിന്നെ when it comes to the training, ആകെ കൂടി ഒരു മാറ്റം വന്നിക്കുന്നത് വോള്യൂമത്തിലാണ്. ബാക്കി ഇൻറ്റൻസിറ്റി എങ്ങനെയാണോ ബൾക്കിൽ പുഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുഷ് ചെയ്യുന്നത് ഞാൻ. പിന്നെ ഇത്ര കാലം ഡയറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിപ്പോൾ, തീരെ എനർജി ഇല്ല. ലൈക്ക് ബോഡി ബിൽഡേഴ്സിനെ സമ്മതിക്കണം, അവർ ആ എക്സ്ട്രീം പീക്ക് വീക്കാണ് ഏറ്റവും ഹാർഡസ്റ്റ് വീക്ക് എന്നാണ് എല്ലാ ബോഡി ബിൽഡേഴ്സും പറയാറ്. അതിനൊക്കെ അണ്ടർഗോ ചെയ്ത്
ബോഡി ബിൽഡേഴ്സ് ആ ഒരു പ്രപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ബിഗ് സല്യൂട്ട് ആണ് കൊടുക്കുന്നവർക്ക്. കാരണം ഇപ്പോഴും എനിക്ക് അത്യാവശ്യം കാർഡിയോ ഉണ്ട് എല്ലാ ദിവസവും, പ്ലസ് ഡെഫിസിറ്റാണ്, എനർജി ഇല്ല തീരെ. അപ്പോൾ എനിക്ക് മൈൻഡ് എങ്ങനെ വെച്ചാൽ ബ്രെയിൻ ഫോഗ് പോലെ. സോ അൾട്ടിമേറ്റ്ലി ഞാൻ ഇപ്പോൾ റിവേഴ്സ് ഡയറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ 100 കാലറീസ് കൊണ്ടുവന്നിട്ട് എൻ്റെ ഒരു മെയിൻ്റനൻസിലേക്ക് എത്തിക്കും. ഒരു 2 വീക്സ് 3 വീക്സിലും അപ്പം ഞാൻ അൾട്ടിമേറ്റ്ലി ഡെഫിസിറ്റിൽ തന്നെയാണ്, 1800. അപ്പം ഞാൻ ആ മെയിൻ്റനൻസ് എത്ര വരെ എന്തായാലും ഡെഫിസിറ്റിൽ തന്നെയാണല്ലോ. ഞാൻ മെല്ലെ പ്രോസസ്സിനെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ കാലറീസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാറ്റ് റീഗെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു സെറ്റ് ജസ്റ്റ് വാമപ്പ് ചെയ്തു, മീൻസ് ഈ ഒരു പുതിയ എക്സസൈസിലേക്ക്, കാരണം ഒരു റോ മൂവ്മെൻ്റ് അല്ലേ. അപ്പോൾ ഇതും 2 സെറ്റ്സ് റെപ്പ് റേഞ്ച് ഞാൻ ഇപ്പോൾ 6 to 8 ടൈം ചെയ്യുന്നില്ല, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 8 reps കിട്ടുന്ന രീതിയിലാണ്, കാരണം ഒന്നുകൂടി സ്ട്രെച്ച് ഫീൽ ചെയ്ത് അടിക്കാമെന്ന് വെച്ചിട്ട്. സോ 2 സെറ്റ്സ്. പിന്നെ ഒരു കാര്യം, ചീറ്റ് മീൽ അഥവാ ചീറ്റ് ഡേ. ഞാൻ പുറത്തുനിന്ന് അതായത് ഒരു കൊല്ലത്തിൽ മാക്സിമം പുറത്തുനിന്ന്, അതായത് ഒരു ദിവസം ഫുള്ളായിട്ട് കഴിക്കാന്നുള്ള രീതിയിൽ 4 to 5 days ഞാൻ ഒരു കൊല്ലം അങ്ങനെ പുറത്ത് പോയിട്ട് ഓഫ് ട്രാക്ക് ആവാറുള്ളൂ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് December 31 ആ ടൈമിൽ ഞാൻ പുറത്ത് പോയിട്ട് കഴിച്ചതാണ്. പിന്നെ ഇതുവരെ തൊട്ടിട്ടില്ലേ പുറത്തുനിന്നൊന്നും. ലൈക്ക് ഇതെല്ലാവരും അപ്ലൈ ചെയ്യണോ വേണ്ട, ബാലൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ എനിക്ക് പെർഫെക്ഷൻ എന്നൊരു ഫിസിക്കിൽ എനിക്ക് വേണമെന്നുണ്ട്. സോ അതിന് ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. കുറേ ലിസ്റ്റ് ഉണ്ടാക്കിയാണ് ഞാൻ കഴിക്കേണ്ടതൊക്കെ. പക്ഷേ കുറേ ഇങ്ങനെ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ പോകുമോ എന്നുള്ളത് ഒരു ഭയമുണ്ട്. അപ്പം ഞാൻ ആസ് ഓഫ് നൗ എന്തായാലും ഇല്ല, ജൂൺ ഒക്കെ ആകുമ്പോൾ മേ ബി ചിലപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ് ചീറ്റ് ഡേ പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ ആലോചിച്ച് ഓരോ ഫുഡ് വീഡിയോ ഒക്കെ ഇരുന്ന് കാണിഞ്ഞപ്പോൾ ഒറ്റൊരു സെറ്റ് ഞാൻ ഗ്രിപ്പ് ഇടാണ്ട് അടിക്കുന്നത്. മീൻസ് ഞാൻ എല്ലാത്തിലും പറയാറുണ്ടല്ലോ, ഒന്നെങ്കിലും സ്ട്രാപ്പ് ഉപയോഗിച്ച് അടിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നാച്ചുറൽ ഫോർ ആം സ്ട്രെങ്ത് അല്ലെങ്കിൽ ഗ്രിപ്പ് സ്ട്രെങ്ത് ഭയങ്കര കുറയുണ്ടാവും. ഒരു സെറ്റ് നോ ഗ്രിപ്സ് നോ സ്ട്രാപ്സ്. ഇതെൻ്റെ രണ്ടാമത്തെ സീരിയസ് കട്ടാണ്. ആദ്യത്തെ കട്ട് ഞാൻ ബാംഗ്ലൂർ പഠിക്കുമ്പോഴാണ് ചെയ്തത്. ലൈക്ക് കഴിഞ്ഞ ഇയർ ബാംഗ്ലൂരായിരുന്നു, അപ്പോൾ അവിടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ചും കൂടി ഞാൻ ഇങ്ങനെ ഒരു സ്മോളറായിരുന്നു. പക്ഷെ ഇതിൽ കുറച്ചും കൂടി അത്യാവശ്യം ഒരു ഫ്രെയിമിലേക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ മസിൽ മാസ് ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത്തകട്ട് അത്യാവശ്യം ഇതായി. സോ ഞാൻ എൻ്റെ ഓഫ് സീസൺ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ലീൻ ബൾക്കിംഗ് ആണ് ഫോക്കസ് ചെയ്യണം. ലീൻ ബൾക്കിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോയിൽ പറയാം. അപ്പോൾ അത്യാവശ്യം ലീനായിട്ട് ബൾക്ക് ചെയ്യുന്നതാണ് ആസ് ഓഫ് നൗ. എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് കഴിച്ചിട്ട് ഇങ്ങനെ വയറൊക്കെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ബൾക്കിൽ. ഫാറ്റിനെ തീരെ ഫുൾ എക്സ്റ്റെൻഡ് എലിമിനേറ്റ് ആക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല. എന്തായാലും ഗെയിൻ ആവും ചെറുതായിട്ടെങ്കിലും. പക്ഷെ നമ്മളതിനെ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും, പോസിബിളാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യണത്. എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ഉള്ള പ്രൊസീജിയർ ഞാൻ മെയിൻ്റെനൻസ് കാലറീസ് എത്തിയിട്ട് മെല്ലെ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകണത് ഇനി. പെട്ടെന്ന് ബാക്ക്വേർഡ് കഴിഞ്ഞിട്ട് ഇത്ര അടിക്കണുള്ളൂ എന്നൊക്കെ ചോദിക്കില്ലോ എല്ലാവരും. കാരണം ഡെഫിസിറ്റിലാണ്, എനർജി ലെവൽസും കുറവാണ്. കുറേ പുഷ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നാളത്തെ സെഷന് അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ ടയർഡാവും. സോ മാക്സിമം ഇൻറ്റൻസിറ്റി ലെസ് വോള്യൂം. ബൾക്കിങ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ വോള്യൂം എന്തായാലും ഇൻക്രീസ് ആവും, അത്യാവശ്യം കുറച്ചുകൂടി ഇൻക്രീസ് ആവും എന്തായാലും വോള്യൂം. പക്ഷെ ഇപ്പോഴത്തേക്ക് ഇതാണ് എനിക്ക് വർക്കാവണേ.
ആരും കോപ്പി ചെയ്യരുത് ഡയറ്റിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ഡെഫിസിറ്റിൽ കുറച്ചുകൂടി പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്നിട്ട് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് മേലെ ഡു ഇറ്റ്. ഇത് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റണത് ഞാനിങ്ങനെ ഫ്രെയിം ഔട്ട് ചെയ്യുന്നു എൻ്റെ വർക്കൗട്ടിനെ. ലൈക്ക് ഞാനിപ്പോൾ ഷോ റെഡി ആയിട്ടില്ല, പക്ഷെ ഷോ റെഡി അങ്ങനത്തെ ഒരു ഫിസിക്ക് ഞാൻ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ക്രേസി ആവും. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് ഫിസിക്ക്. ഭയങ്കര ഡിപ്ലീറ്റ് ആയിട്ട് ഷോനൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി ഇൻസെയിൻ ആവും. പക്ഷെ നമ്മളിപ്പോൾ ആസ് ഓഫ് നോ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ, പ്ലാനിങ് ഇല്ല. മേ ബി നെക്സ്റ്റ് ഇയർ. അപ്പോൾ അത്യാവശ്യം മോർ ദാൻ ലീനായിട്ടുണ്ട്. പറഞ്ഞ പോലെ ലെഗ് കൊണ്ടുവരും. എല്ലാം ഒരുമിച്ച് കിട്ടി കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് കിട്ടണം എന്ന ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഇറ്റ് ടേക്സ് ടൈം, നാച്ചുറൽ ബോഡി ബിൽഡിംഗ് അല്ലേ. അപ്പോൾ ഇനി കഴിഞ്ഞ വട്ടം ഞാൻ ഓൾമോസ്റ്റ് 67 കിലോസ് എത്തിനായിരുന്നു, ഏകദേശം 59 തന്നെ ബൾക്ക് ചെയ്ത്. അപ്പോൾ ഇത്തവട്ടം മെല്ലെ അവിടേക്ക് എത്താനൊരു പ്ലാൻ ചെയ്യണം. അതിന് പറ്റുകയാണെങ്കിൽ ഫാറ്റ് ഗെയിൻ മിറ്റിഗേറ്റ് ചെയ്ത് അങ്ങോട്ട് എത്താൻ പറ്റുകയാണെങ്കിൽ മച്ച് മോർ ബെറ്റർ. ലെറ്റ് സി. ഒരു പ്രോപ്പർ ഓഫ് സീസണിൽ ഇരുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ് എനിക്കിപ്പോൾ കിട്ടണം. അപ്പോൾ ഓഫ് സീസൺ എന്തായാലും നിങ്ങൾ ഗ്രോ ചെയ്യാൻ ടൈം എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ എൻ്റെ ഒപ്പീനിയനിൽ. സോ ലെറ്റ് ദ ഗെയിൻ സ്റ്റാർട്ട്. അതുവരെ ഒരു 2-3 വീക്സിന് നമ്മൾ മെയിൻ്റനൻസിക്ക് എത്തണ ഒരു പ്രോസസ്സാണ് ഇനി. അത് കഴിഞ്ഞാൽ മെല്ലെ 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 കാലറീസ് ഇൻക്രീസ് ചെയ്യും. സോ ഇനി എനിക്ക് ബൈസെപ്പ് പഠിക്കാണ്ട്, അതുപോലെ ഞാൻ ട്രാപ്പും ട്രെയിനിങ്. So that's it for this video. See you until next time. Stay strong.